ലെസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അതായത് ബാച്ചിലേഴ്സിനും വീട്ടമ്മമാർക്കും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ചപ്പാത്തിക്കും ചോറിനും പറ്റിയിട്ടുള്ള ഒരു തക്കാളിക്കറി. അതിന്റെ പ്രിപ്പറേഷൻ കണ്ടാൽ അറിയാം അത്രയും സിമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾ എന്തായാലും മുഴുവനായിട്ട് വീഡിയോ കാണാം. അതിന്റെ ഇടയിൽ ചെറിയൊരു ബ്യൂട്ടി ടിപ്പും നമുക്ക് പറയാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കറക്റ്റ് ആയിട്ട് അറിയിക്കുക. ഒരു ലൈക്കും കൂടിയും തരാം കേട്ടോ. തക്കാളിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 3 ടൊമാറ്റോ ആണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ വേണ്ടത് ഒരു മീഡിയം സൈസുള്ള സവാള, ഒരു 4 പച്ചമുളക് ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്, ഒരു 4-5 വെളുത്തുള്ളി വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് 1 കപ്പ് നാളികേരം ചിരകിയത് വേണം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ ക്വാണ്ടിറ്റി ഏറ്റവും കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ മല്ലിപ്പൊടിയൊക്കെ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ കടുക്, പിന്നെ ഒരു 2 നുള്ള് ജീരകം, നല്ല ജീരകമാണ് കേട്ടോ എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ, അതൊരു 2 ടേബിൾ സ്പൂണിന് താഴെ കണ്ട് ഞാൻ വെളിച്ചെണ്ണ എടുത്തു വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് സോൾട്ട് വേണം. ഒരു 7-8 ചെറിയ ഉള്ളി ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, 4 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പില. പിന്നെ മൊത്തം നമുക്ക് ഒരു 3 കപ്പ് വെള്ളം വേണം കേട്ടോ. അതിൽ കുറച്ച് ചൂടുവെള്ളം വേണം, അല്ലാണ്ടും നമുക്ക് അരയ്ക്കാനൊക്കെ ഉള്ള വെള്ളം കൂടി ഉണ്ട് ആവശ്യമുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഈ കറി പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു പാത്രം, അത് അടച്ചു വെക്കാൻ പറ്റണ ഒരു പാത്രം വേണം നമുക്ക് എടുക്കാൻ കേട്ടോ. അപ്പൊ അതിലേക്ക് നമ്മള് ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക് ഇതിട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. ഇനി നമ്മളൊരു 2 ടീസ്പൂൺ ഉപ്പ് കേട്ടോ. 2 ടീസ്പൂൺ ഉപ്പ് ഏകദേശം ഈ കറിയിലേക്ക് പാകമായിരിക്കും. ഇനി നമ്മൾ 1 കപ്പ് വെള്ളം ഇതിലൊഴിക്കാൻ പോവാണ്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ഇതൊന്ന് നന്നായി വേവിച്ചെടുക്കണം. അപ്പൊ ഞാൻ ഫ്ലെയിം കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഏകദേശം ഒരു 8-9 മിനിറ്റ് ആണ് നമുക്ക് വേവിച്ചെടുക്കേണ്ടത്. അതിന്റെ ഇടയിൽ നമുക്ക് 1-2 പ്രാവശ്യം ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്യൂട്ടി ടിപ്പ് എന്ന് പറഞ്ഞ ടൊമാറ്റോന്റെ കറി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ടൊമാറ്റോ വെച്ചിട്ടുള്ള ടിപ്പ്. അപ്പൊ സ്കിന്നൊക്കെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടി സ്കിൻ ബ്രൈറ്റനിങ് ഒരു സ്ക്രബാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ ടൊമാറ്റോ നമ്മൾ വെറുതെ സ്ലൈസ് ചെയ്തിട്ട് അതിന്റെ ഹാഫ് എടുത്തിട്ട് നമ്മൾ വെറുതെ എല്ലാ ദിവസവും നമ്മൾ മുഖത്ത് റബ്ബ് ചെയ്താൽ തന്നെ വളരെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖം എന്തായാലും വെളുക്കും. ഒരു ആഴ്ച ഇങ്ങനെ തുടർച്ചയായി ചെയ്താൽ മുഖം വെളുക്കണം. നമുക്ക് ആ മാജിക്ക് നമുക്ക് കാണാൻ പറ്റും തന്നെ. അപ്പൊ അതിന്റെ കൂടെ അത് അലർജി ഉള്ളവർ യൂസ് ചെയ്യരുത്. ഈ ഒരു ടൊമാറ്റോ കട്ട് ചെയ്ത് ഹാഫ് ആക്കിയിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ സാധാരണ നല്ല മഞ്ഞൾപ്പൊടി എടുക്കാം. ഇല്ല വെച്ച് കഴിഞ്ഞാൽ കസ്തൂരി മഞ്ഞൾ അതുമ്മ കുറച്ചിടാം, കുറച്ച് ഷുഗർ. അതാണ് ഞാൻ പറഞ്ഞ സ്ക്രബ് പറഞ്ഞത്. അപ്പൊ അതും ഇട്ടിട്ട് നമ്മൾ മുഖത്ത് ഇങ്ങനെ സ്ക്രബ് ചെയ്യാം. അങ്ങനെ സ്ക്രബ് ചെയ്ത് കുറച്ച് നേരം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ നമ്മൾ ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് ലീവ് ചെയ്തതിന് ശേഷം അത് കഴുകി കളയാം. അപ്പൊ അത് ആഴ്ചയിൽ 2 പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കൂട്ടാ. എന്തായാലും ഒന്നുകൂടിയും വ്യത്യാസമാണ്. അതായത് ടൊമാറ്റോ തന്നെ നമ്മൾ റബ്ബിനെക്കാട്ടും വളരെ വലിയൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്, എല്ലാവരും ചെയ്ത് നോക്കൂട്ടോ. ഇനി നമുക്ക് ഈ നാളികേരം ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പൊ ഞാനൊരു മിക്സിയിലെ നന്നായി അരയുന്ന കപ്പിലേക്ക് ഞാൻ നാളികേരം ഇട്ട് കൊടുക്കാണ്. ഒരു മാക്സിമം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. കൂടുതൽ വെള്ളം ഒഴിച്ചാൽ അരിഞ്ഞു കിട്ടില്ല. അപ്പൊ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. അപ്പൊ ഇപ്പൊ ഏകദേശം ഒരു 10 മിനിറ്റോളം ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞില്ല അരച്ചു നാളികേരം വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
നമ്മൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ വെള്ളം ഏകദേശം ഒരു 1.5 കപ്പ് വരെ, 1.5 കപ്പ് തൊട്ട് 2 കപ്പ് വരെ നമ്മുടെ ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച്. അപ്പൊ 1.5 കപ്പ് വെള്ളമാണ് ഞാൻ തിളപ്പിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പൊ തിളച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം. അത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഉള്ളി ഒന്ന് അരിഞ്ഞു വെക്കാം കേട്ടോ വട്ടത്തില്. അപ്പൊ ഈ ഉള്ളി കാച്ചിടുമ്പോ ഒരു പ്രത്യേക ഫ്ലേവറാണ് കറിക്ക്. അപ്പൊ സവാള ഉപയോഗിക്കരുത്, ഇതിന് ഉള്ളി തന്നെ ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ 2 മിനിറ്റ് ഇതൊന്ന് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി കാച്ചിടാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കടുകും ജീരകവും കൂടി എടുത്തു വെച്ചത് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില, നമ്മുടെ ചെറുള്ളി, ഈ ചെറുള്ളി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം കേട്ടോ. അതായത് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് തന്നെ വരണം. അപ്പൊ അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പൊ ഇത് ഏകദേശം മൊഴിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ മേലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത വഴിക്ക് അങ്ങനെ ഇളക്കാനും പാടില്ല കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ മൂടി ഇങ്ങനെ ഇരിക്കണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് മൂടി ഇരുന്നതിന് ശേഷം വേണം നമ്മൾ ഇളക്കാൻ വേണ്ടിയിട്ട് കേട്ടോ.